എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സുരക്ഷിതരല്ല. നമ്മൾ ജീവിക്കുന്നത് ഒരു സ്വർഗത്തിലുമല്ല. ആരെയും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു നശിച്ച ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പറയുന്ന 3 കാര്യങ്ങൾ നമ്മൾ ആദ്യം അച്ഛനും അമ്മയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുള്ള എല്ലാവരും ഒന്ന് ഉൾക്കൊള്ളുക, വിശ്വസിക്കുക. ഇതാണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുക. ഇനി എന്താ വേണ്ടത്? ഇപ്പോൾ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഇനി എന്ത് വേണം? ഇനി എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സുരക്ഷിതരായിട്ട് പരമാവധി നമ്മുടെ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക, അത് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ കാര്യം എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. 2 ദിവസം മുന്നേ ആ കുഞ്ഞ് അമ്മയാൽ കൊല ചെയ്യപ്പെട്ടു. ഇപ്പം നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് സത്യത്തിൽ ഞാൻ ഷോക്ക്ഡ് ആണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പറഞ്ഞിരുന്നല്ലോ, 2 ദിവസം മുന്നേ ഞാൻ ഇതിൻ്റെ 24 ന്യൂസിൻ്റെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അതിൽ എൻ്റെ കൂടെ ചർച്ചയിൽ അവരുടെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. ആ അയൽവാസി അവരുടെ കുടുംബ പശ്ചാത്തലമൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും റിപ്പീറ്റഡ് ആയി പറഞ്ഞത് ഒരു കാര്യമാണ്. അതായത് അച്ഛൻ്റെ സഹോദരങ്ങളുടെ സ്നേഹം, അതായത് ചെറിയച്ഛന്മാരുടെ, ഞാൻ ചെറിയച്ഛന്മാരെന്ന് പറയുന്നത് ശരിയല്ല, ഇതിൽ ഒരാളാണ് കുറ്റക്കാരൻ. അപ്പോൾ പക്ഷേ അയാളടക്കമുള്ള ആളുകളുടെ സ്നേഹവാത്സല്യം, ആ കുഞ്ഞിനെ പൊന്നുപോലെയാണ് നോക്കുന്നത്. അവർ താഴത്തും തലയിലും വെക്കാതെയാണ് നോക്കുന്നത്. അങ്ങനെ ആ സ്ത്രീ, പാവം ആ സ്ത്രീ അയൽവാസിയാണ്, അവരെ കാണുന്നതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർ വരെ അത്രയും വാത്സല്യത്തോടു കൂടിയാണ് ഈ പറയുന്ന ചെറിയച്ഛൻ എന്ന് പറയുന്ന ആൾ ആ കുഞ്ഞിനെ നോക്കിയിരുന്നത് എന്നാണ് പിന്നെയും. അതുകൊണ്ട് തന്നെ അവരുടെ സങ്കടം കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ സ്ത്രീ പറയുന്നുണ്ടായിരുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ആ കുഞ്ഞിന്റെ ശവസംസ്കാര ചടങ്ങില് ഈ പറയുന്നത്. എനിക്കിത് ആരാന്ന് മനസ്സിലായിട്ടില്ല, കാര്യം ഒന്നിലധികം ചെറിയച്ഛന്മാരുണ്ട്, അപ്പൊ അതിൽ ആരാണാവോ. പക്ഷേ അവരുടെയൊക്കെ കരച്ചിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ വികാരാധീനമായിട്ടുള്ള പല ഷോട്ടുകളും നമ്മൾ നമ്മുടെ ടിവിയുടെ മുമ്പിലിരുന്ന് കണ്ടതാണ്. നമ്മൾ അവരോട് പരിതപിച്ചതാണ്, അവരോട് സഹതപിച്ചവരാണ്. ഇപ്പോ അത് ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും കേൾക്കുന്ന വാർത്ത കേൾക്കൂ. ആ കുഞ്ഞ് കഴിഞ്ഞ 1.5 വർഷമായിട്ട്, അതായത് ഒരു 2-2.5 വയസ്സ് മുതൽ ആ കുഞ്ഞ് ഈ പറയുന്ന നരാധമനാൽ സെക്ഷുവലി അബ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ലൈംഗികമായി അതിക്രമം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് വല്ലാത്തൊരു അത്ഭുതമാണ് തോന്നുന്നത്. എന്താ പറയുക, ഷോക്കെന്നൊന്നും ആ വാക്കൊന്നും പോരാ. അപ്പോൾ എത്ര പേരെ വിദഗ്ധമായിട്ട് അയാൾ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ മേ ബി അയാളുടെ വീട്ടുകാരെ അല്ലെങ്കിൽ നാട്ടുകാരെ എല്ലാവരും അതിനെ കണ്ടത് വാത്സല്യമായിട്ടാണ്, സ്നേഹാധിക്യമായിട്ടാണ്. ആ കുഞ്ഞും അതായിരിക്കില്ലേ വിശ്വസിച്ചിട്ടുണ്ടാവുക, അല്ലേ? പലപ്പോഴും പലതും വാങ്ങി കൊടുക്കുന്നുണ്ടായിരിക്കും, അതിന് ഐസ്ക്രീമോ ചോക്ലേറ്റോ വാട്ടെവർ, അങ്ങനെയാണല്ലോ ഇവര് കുട്ടികളെ അവരുടെ വശത്താക്കുന്നത്. അപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ലൈംഗിക അതിക്രമമാണെന്ന് മനസ്സിലാക്കാൻ ആ കുഞ്ഞിന് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക ഇതെല്ലാം. ഇപ്പൊ നമ്മളൊരു കുഞ്ഞിനെ ഉമ്മ വെക്കില്ലേ, അപ്പോൾ വാത്സല്യം കൊണ്ട് ഉമ്മ വയ്ക്കും, അല്ലെങ്കിൽ വേറെ വൃത്തി കെട്ട കാമം കൊണ്ടും നമുക്കത് ചെയ്യാം. പക്ഷേ